ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3-ാം വർഷ വിദ്യാർത്ഥി പിടിയിലായിട്ടുണ്ട്. കൊല്ലം സ്വദേശി അനുരാജാണ് പിടിയിലായിരിക്കുന്നത്. കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ വിവരങ്ങളിലേക്കും പരിശോധനകളിലേക്കും പോലീസ് പോയിരുന്നു. ഈ ലഹരി പൊതിയുടെ ബാക്കി ഭാഗങ്ങൾ അത് കാണാൻ ഇല്ല എന്നതടക്കമുള്ള ദുരൂഹത ഉണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർ ലഹരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. നേരത്തെയും ഇവിടെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ ഈ കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ലഹരിയുടെ ഹബ്ബായി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റൽ മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. 3-ാം വർഷ വിദ്യാർത്ഥി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കൊല്ലം സ്വദേശി അനുരാജാണ് പിടിയിലായിട്ടുള്ളത്. നേരത്തെ കുളത്തൂപ്പുഴ സ്വദേശി ആകാശിൽ നിന്ന് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി 2 കിലോയുടെ അടുത്ത് കഞ്ചാവ് പിടികൂടിയത്. അപ്പോൾ കരുനാഗപ്പള്ളിയുള്ള ഒരു വിദ്യാർത്ഥി കൂടി നേരത്തെ വിദ്യാർത്ഥിയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്നും അനുരാജ് എന്ന വിദ്യാർത്ഥിയാണ് പിടിയിലായിരിക്കുന്നത്. എസ് രാഗൻ മാത്രം വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഗൻ, ഇപ്പോൾ കൊല്ലത്ത് നിന്നും പിടികൂടിയിരിക്കുന്ന അനുരാജിന്റെ ബന്ധം എന്താണ്? ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് 3-ാം വർഷ വിദ്യാർത്ഥി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പങ്ക് സംബന്ധിച്ച് സ്വദേശിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇടപാടുകാരൻ. വിവരങ്ങൾ. സുപ്രധാന അറസ്റ്റാണ് ഇപ്പോൾ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോലീസ് നടത്തിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയാണെന്നാണ് വ്യക്തമാകുന്നത്. അനുരാജ് എന്നാണ് ഇയാളുടെ പേര്. കളമശ്ശേരി ഭാഗത്ത് നിന്നാണ് ഇയാളെ പോലീസ് സംഘം പിടികൂടിയിട്ടുള്ളത്. ഇതിൽ പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ ആഷിക്ക് അതോടൊപ്പം തന്നെ ഷാലിക്ക് ഈ 2 പേരെ പിടികൂടിയിരുന്നു. അവർ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അവരാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത്. അപ്പോൾ ഹോസ്റ്റലിലുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷൻ എന്ന് പറയുന്നത് ഈ 3-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അനുരാജാണ് എന്നതാണ് പോലീസ് സംഘത്തിന് ബോധ്യമായിട്ടുള്ളത്. ആ അനുരാജിലേക്കാണ് ഇവർ ഹോസ്റ്റലിലേക്ക് കഞ്ചാവുമായി എത്തിയത്. തുടർന്ന് അവിടെ നിന്ന് വീതിച്ച് പിന്നീട് ഈ ആകാശിന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് തുടർ അറസ്റ്റുകൾ, അല്ലെങ്കിൽ പിന്നീടാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അങ്ങനെ കഞ്ചാവിന്റെ പൊസഷൻ ഉണ്ടായ ഘട്ടത്തിൽ പിടിയിലായ ആകാശും അഭിരാജും അതോടൊപ്പം തന്നെ ആദിത്യനും ഈ 3 പേരായിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകുന്നത്. എന്തായാലും ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയ ആളാണ് ഈ 3-ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അനുരാജ് എന്നാണ് പോലീസ് പറയുന്നത്. ലീഡർ, ഈ ഗ്യാങ്ങിന്റെ നേതാവായിരുന്നു അനുരാജ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നു. അവിടെ ത്രാസ് ഉപയോഗിച്ച് തൂക്കിയത് ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് കൊല്ലം സ്വദേശിയാണ്, 3-ാം വർഷ വിദ്യാർത്ഥിയാണ് എന്നാണ് പോലീസ് നേരത്തെ കണ്ടെത്തിയത്. ആ സുപ്രധാനമായ ആളെ ഇപ്പോൾ ഇനി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ എളുപ്പമാകുമല്ലേ പോലീസിന്? തീർച്ചയായും വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് സംഘം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടാൻ എളുപ്പമായിരിക്കും. കാരണം ഇയാളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർണായകവുമാണ്. ഈ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഇവർ എത്ര തവണ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും ഇപ്പോൾ ഉണ്ടാകും. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇയാളെ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്ത് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം മുതൽ ഇയാളെ തിരഞ്ഞ പോലീസ് സംഘം നടക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ ആഷിക്കിനും അതോടൊപ്പം ഈ ഷാലിക്കിനും ലഹരി കൈമാറിയ സുഹൈൽ ഭായ് എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനുണ്ട്. അയാളെയും പോലീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തിയിരിക്കുന്നത്. അനുരാജിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒക്കെ തന്നെ പങ്ക് ഒരുപാട് പേർ ആ ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ച് എത്തിയിരുന്നു. അവരൊക്കെ തന്നെ ലഹരി എത്തിക്കുമായിരുന്നു. അപ്പോൾ വിപുലമായ രീതിയിൽ ലഹരി പാർട്ടിക്കൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അത് നേരത്തെ നടന്നിരുന്നു ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഈ അനുരാജിന്റെ അറസ്റ്റോടുകൂടി വെളിപ്പെടുമെന്നാണ് തോന്നുന്നതല്ലേ? തീർച്ചയായും. കാരണം ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ലഹരിയുടെ വിപണന കേന്ദ്രമായിരുന്നു എന്നതാണ് പോലീസിന് ബോധ്യമായത്. ആ ബോധ്യമായത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നേരത്തെ അറസ്റ്റിലായവരുടെ ആ മൊഴിയിലാണ് ഇത്തരം കാര്യങ്ങളുള്ളത്. കാരണം ഇത്രയധികം വലിയ തോതിൽ കഞ്ചാവ് എത്തിക്കുന്നു. ആ കഞ്ചാവ് എത്തിക്കുന്നത് അവിടെ വെച്ച് വിതരണം ചെയ്യുന്നു. അത് വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല, മറ്റ് പുറത്തുള്ളവർക്കും ഇത് വിതരണം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും മറ്റിടങ്ങൾ എന്ന് പറയുന്നത് അവിടെ പോലീസിന് പരിശോധനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതത്ര സേഫ് ആയിട്ടുള്ള
സ്ഥലങ്ങളല്ല എന്ന് ഈ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. പക്ഷേ കോളേജ് ഹോസ്റ്റലാകുമ്പോൾ അത്തരം പരിശോധനകൾ പെട്ടെന്നുണ്ടാകില്ല. അതുകൊണ്ട് ഈസിയായി ഡംപ് ചെയ്യാൻ അല്ലെങ്കിൽ ഈസിയായി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ് എന്നതാണ് അവർ മനസ്സിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം ലഹരി അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പോലീസ് തന്നെ പറയുന്നത് 4 പാക്കറ്റ് കഞ്ചാവ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചു. പക്ഷേ അതിൽ 2 കിലോയ്ക്ക് അടുത്ത് മാത്രമാണ് പിടികൂടിയിട്ടുള്ളൂ. പിടിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് എത്രയാണെന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ നടത്തി വരികയാണ്. അത് എവിടെ പോയി എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അനുരാജിന്റെ അല്ലെങ്കിൽ കസ്റ്റഡിയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇനി നടക്കുക. എന്തായാലും നിർണായക അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനക്കാരനെയും ഇനി പിടികൂടാനുണ്ട്. സുഹൈൽ ഭായ് എന്നാണ് അയാളുടെ പേര് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോലീസിനോട് ഈ പ്രതികൾ. അയാളെയും പോലീസ് തിരയുകയാണ്. അങ്ങനെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള രാഗൻ സൂചിപ്പിച്ച പോലെ രാഗൻ ഈ പലപ്പോഴുമായ കേസുകളിൽ ഇതിന്റെ തുടർച്ച സോഴ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് കഞ്ചാവ് പിടിക്കുന്നു, MDMA പിടിക്കുന്നു. പക്ഷേ ഇതിന്റെ സോഴ്സ് എവിടെയാണ്, എവിടെ നിന്നാണ് ഇത് വരുന്നത്? അക്കാര്യത്തിൽ ആഴത്തിലുള്ള അന്വേഷണവും നടപടികളും ഉണ്ടാകാതെ പോകുന്നു എന്ന വിമർശനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കളമശ്ശേരിയിലെ കേസിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ഈ ഘട്ടം വരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സ്വതന്ത്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം DCP ഒക്കെ പറഞ്ഞ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കാരണം വിദ്യാർത്ഥികളുള്ള സ്ഥലമാണ്. അപ്പോൾ കരുതലോടുകൂടി എല്ലാം നിരീക്ഷിച്ച് പഠിച്ച് കണ്ണികൾ ഒന്നൊന്നായി കണ്ടെത്തി അവരെ പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാകുന്ന ഒരു അതുകൊണ്ടാണ് പലരെയും വിളിച്ചു വരുത്തുന്നു, മൊഴിയെടുക്കുന്നു. ഇപ്പോൾ റൂമിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ തന്നെ പല വിദ്യാർത്ഥികളുടെയും മൊഴിയൊക്കെ എടുത്തു. പക്ഷെ അവരെയൊന്നും കേസിൽ ഇതുവരെയും പ്രതിയേർത്തിട്ടില്ല. അറസ്റ്റിലേക്ക് കുട്ടികളാണ്. അതുകൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടികളുമായി മുന്നോട്ട് പോകാനാകൂ. ആ റൂമിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ കേസിൽ പ്രതിയേർക്കാൻ കഴിയില്ല എന്ന നല്ല നിലപാട് പോലീസ്. പക്ഷേ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇവരൊക്കെ പ്രതിപട്ടികയിൽ വന്നേക്കാം. തീർച്ചയായും രാഗൻ, അങ്ങനെയുള്ള ഒരു രൂപരേഖ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ടുള്ള പോലീസിന്റെ നിഗമനങ്ങൾ, ഇനിയുള്ള മറ്റ് കണ്ണികൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട സോഴ്സിനെ പിടികൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അനുരാജ്, ഈ കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ അറസ്റ്റോടുകൂടി അവരിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലേ? കാരണം ഇതിന്റെ ഓരോ കണ്ണികളെയും പിടികൂടുക എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓരോരുത്തരെയും ലിസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കുന്നത്. കൂടാതെ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും നിരീക്ഷണത്തിൽ തന്നെയാണ്. കാരണം അവിടെ ഒരു വലിയ പണപ്പിരിവ് നടന്നിട്ടുണ്ട് ഈ ലഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ പണപ്പിരിവിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ പണം നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും അതിന്റെ ഭാഗമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അപ്പൊ അത്തരം നീക്കങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കോളേജ് ഹോസ്റ്റലിൽ നടത്തിയ ഒരു പരിശോധനയാണ്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കേസായി മാറിയിരിക്കുന്നു. അത് പഴുതടച്ച രീതിയിലുള്ള പരിശോധനകൾ ഇനി അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വീഴ്ചകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുമുണ്ട് കീഴുദ്യോഗസ്ഥർക്ക്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ അനുരാജിന്റെ കസ്റ്റഡിയോടുകൂടി, പിടിയിലായതോടുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം ഉള്ളത്. എന്തായാലും ഇതോടൊപ്പം മറ്റു ചിലർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇത് പ്രധാന പ്രതിയായിരുന്നു 3ാം വർഷ വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം മുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളെ തെരഞ്ഞ് ആദ്യഘട്ടത്തിൽ പോലീസ് റെയ്ഡ് നടത്തുമ്പോൾ ഇയാൾ ചിത്രത്തിൽ ഉണ്ടായിരുന്നതേയില്ല. കാരണം ഇത് ആകാശിന്റെ മുറിയിലാണ് എന്നാണ് പിടികൂടിയത്. ആകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ അഭിരാജും ആദിത്യനും മറ്റ് 2ാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഇവർക്ക് ആര് കഞ്ചാവ് കൊടുത്തു എന്നത് സംബന്ധിച്ച് ഇവരുടെ മൊഴി വരുന്നത്. ആ മൊഴിയിലാണ് ആഷിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷാലിക്കും പിടിയിലാകുന്നത്. അങ്ങനെ ആഷിക്കിന്റെയും ഷാലിക്കിന്റെയും മൊഴി രേഖപ്പെടുത്തി അവരെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ കോളേജിലുള്ള ഒരു കണ്ണി, പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഈ പറയുന്ന അനുരാജാണ് എന്ന് ബോധ്യമാകുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ആണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഒരുപക്ഷെ ഈ അനുരാജിന്റെ ഒക്കെ നേതൃത്വത്തിലായിരിക്കാം ഈ ഫണ്ട് പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. എന്തായാലും ഇതിൽ ലഹരി കൈയോടുകൂടി പിടികൂടിയവർ അറസ്റ്റിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പങ്കെടുത്തവർ, അതോടൊപ്പം ഗൂഢാലോചന നടത്തിയവരൊക്കെ തന്നെ അവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ ഒരു അറസ്റ്റാണ് ഈ ഘട്ടത്തിൽ പോലീസ് സംഘം, കളമശ്ശേരി പോലീസ് സംഘം ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. സുപ്രധാനമായ അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. കൊല്ലം സ്വദേശി അനുരാജാണ് പിടിയിലായത്. 3ാം വർഷ വിദ്യാർത്ഥിയാണ്. നേരത്തെ പോലീസ് അക്കാര്യത്തിൽ ഒരു സൂചന
നൽകിയിരുന്നതാണ്. അവിടുത്തെ 3-ാം വർഷ വിദ്യാർത്ഥിയായ ഒരാൾ, കൊല്ലം സ്വദേശിയാണ്. ഈ ഇടപാടിലെ പ്രധാനപ്പെട്ടയാൾ, ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടിലെ ലഹരി കച്ചവടത്തിലെ പ്രധാനപ്പെട്ടയാൾ, അറസ്റ്റാണ് ഇപ്പോൾ. ലഹരി എത്തിച്ച ആളെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഇനി ലഹരിയുടെ ഒഴുക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രമാത്രം വിപുലമായ രീതിയിൽ ഈ കഞ്ചാവ് ആ ഹോസ്റ്റലിൽ വിതരണം ചെയ്യാനും വിൽപ്പന നടത്താനും പണപ്പിരിവ് നടത്താനൊക്കെ പ്രേരകമായിട്ടുള്ള ആളുകൾ, അവിടേക്ക് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ തന്നെ പങ്ക്, പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരു വ്യക്തി, ഇവരിലേക്കൊക്കെ പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ കൊല്ലം സ്വദേശിയായ 3-ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്.